ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ ഓണം സദ്യ സ്പെഷ്യൽ പാലട മിക്സിൻ്റെ ഒരു റെസിപ്പിയാണ്. ഡബിൾ ഹോഴ്സ് പാലട മിക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പല ബ്രാൻഡുകളിലും കാണപ്പെടുന്നുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുത്താലും നല്ല ടേസ്റ്റാണ്. 100% നമ്മൾക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരിക്കലും ഫ്ലോപ്പായി പോവാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മിക്സാണിത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം പാലട മിക്സാണ്. 200 ഗ്രാമിൻ്റെയും 250 ഗ്രാമിൻ്റെയും എല്ലാം കണ്ടിട്ടുണ്ട്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇവിടെ പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഇനി പഞ്ചസാര കാരമലൈസിയാണ് വേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര എടുക്കാം. ഒരുപാട് അങ്ങ് കൂടി പോകണ്ട, മധുരം കൂടി പോവും. ഇനി ഇത് മെൽറ്റായി കഴിഞ്ഞാൽ ഒന്ന് കട്ടയായി പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് മെൽറ്റായിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല ഫാറ്റായിട്ടുള്ള 1.5 കപ്പ് പാലാണ്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് തിളക്കുന്ന സമയത്ത് നമുക്ക് പാലട മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 250 പാലട മിക്സ് ആണ് എന്നുണ്ടെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ കുറച്ചിട്ട് പാലെടുത്താലും മതി. ഇപ്പോൾ ഒട്ടുമിക്ക കല്യാണ സദ്യകളിലും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു കളറും കിട്ടും, അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. ഒരുപാടങ്ങ് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒട്ടും ഫ്ലോപ്പായി പോവാതെ എനിക്ക് നല്ല കുറുക്കിയെടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിനായിട്ട് നല്ലൊരു മിൽമാഗി ചേർത്ത് കൊടുക്കാം. ഇനി ഓൾറെഡി അതിലോട്ട് ചേർക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള നട്സെല്ലാം ചേർത്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെയും ചേർത്ത് കഴിക്കാം. അപ്പോൾ നമ്മളുടെ സദ്യ ഓണം സ്പെഷ്യൽ പാലട മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.